ടൊവിനോ തോമസ് നായകനായ പള്ളിച്ചട്ടമ്പി എന്ന പുതിയ സിനിമയുടെ നിരൂപണങ്ങളുടെ ഒരു ലഘുവിവരണമാണ് നിങ്ങൾ കേൾക്കുന്നത്. 1950കളിലെ കഥ പറയുന്ന ഈ ചിത്രം കാഴ്ചയിൽ വളരെ ഗംഭീരമാണെങ്കിലും ഇതിലെ കഥയും മേക്കിങ്ങും ഇന്നത്തെ കാലത്തെ നമ്മളെപ്പോലുള്ള പ്രേക്ഷകരെ ശരിക്കും തൃപ്തിപ്പെടുത്തുമോ എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഒന്നാമതായി നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനാണ്. അതായത് 1950കളിലെ ആ ഒരു കാലഘട്ടം വളരെ മനോഹരമായിട്ട് തന്നെ ഈ സിനിമയിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആർട്ട് വർക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഗംഭീരമാണ്. ഒപ്പം ടൊവിനോ തോമസ് തൻ്റെ കഥാപാത്രത്തെ വളരെ ആത്മാർത്ഥതയോടെ അവതരിപ്പിച്ചിട്ടുമുണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വിൻറ്റേജ് കാറ് പോലെയാണ് ഈ സിനിമ. പക്ഷെ അതിൻ്റെ എഞ്ചിൻ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ? രണ്ടാമതായി, ഈ കാറിൻ്റെ എഞ്ചിനായ തിരക്കഥയിലേക്ക് വരുമ്പോഴാണ് സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ നമ്മൾ കാണുന്നത്. വളരെ ഔട്ട്ഡേറ്റഡായ, അടുത്തത് എന്ത് നടക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒരു തിരക്കഥയാണിത്. പ്രേക്ഷകർക്ക് കഥാപാത്രങ്ങളുമായി ഒരു ചെറിയ വൈകാരിക ബന്ധം പോലും തോന്നില്ല എന്നതാണ് സത്യം. തിയേറ്ററിലാരും തന്നെ കൈയടിക്കുകയോ ആർപ്പ് വിളിക്കുകയോ ചെയ്യാത്ത വിധം യാതൊരു ഊർജവുമില്ലാത്ത സീനുകളാണിതിലുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, കഥ പഴയ കാലത്താണ് നടക്കുന്നത് എന്ന് കരുതി സിനിമയുടെ മേക്കിങ്ങും തിരക്കഥയും ഇത്രത്തോളം പഴഞ്ചനാക്കേണ്ട കാര്യമുണ്ടായിരുന്നു? അവസാനമായി പറയേണ്ടത് ഇതിലെ മോശം ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചാണ്. മലയാള സിനിമയിൽ നിന്ന് മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫിയുള്ള ഈ കാലത്തും ഇതിലെ ആക്ഷൻ രംഗങ്ങൾ വളരെ ക്ലീഷയും യാതൊരു ഊർജവുമില്ലാത്തതുമാണ്. പോരാത്തതിന് ഡബ്ബിങ്ങിലും വലിയ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ കൈഡോ ലോഹർ എന്ന വില്ലൻ കഥാപാത്രത്തിൻ്റെ ഡബ്ബിങ്ങും ലിപ്സിങ്ങും വളരെ മോശമാണ്. ഇത് ശരിക്കും സിനിമയുടെ ആസ്വാദനത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. തിരക്കഥ അല്പം മോശമാണെങ്കിലും ആക്ഷൻ രംഗങ്ങളെങ്കിലും കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ സിനിമ ഒന്ന് എൻഗേജിംഗ് ആകുമായിരുന്നു അല്ലേ? ചുരുക്കത്തിൽ പറഞ്ഞാൽ, മികച്ച ദൃശ്യാനുഭവം തരുന്നുണ്ടെങ്കിലും ദുർബലമായ തിരക്കഥയും പഴഞ്ചൻ ആക്ഷനും കാരണം പള്ളിച്ചട്ടമ്പി വെറുമൊരു ശരാശരി ചിത്രമായി മാത്രം ഒതുങ്ങുന്നു.